ഇന്ത്യയിലെ വൻകിട നഗരങ്ങളിലെ ഭവന വില റെക്കോർഡുകൾ പിന്നിട്ട് കുതിക്കുകയാണ്. കുടുസുമുറികൾക്ക് പോലും 1/2 കോടി രൂപയിലധികം വില ഇപ്പൊ നമ്മൾ നൽകേണ്ടി വരും. പ്രധാനമായും മുംബൈ, ബംഗളൂരു, ഗുരുഗ്രാം എന്നീ നഗരങ്ങളിലാണ് വിലയുടെ കാര്യത്തിൽ ദിനം പ്രതി വർധനവ് നടക്കുന്നത്. എന്നാൽ ഇത് മെട്രോ നഗരങ്ങളിലെ മാത്രം അവസ്ഥയൊന്നുമല്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒഡീഷയുടെ തലസ്ഥാന നഗരമായ ഭുവനേശ്വറിന്റെ നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു ഫ്ളാറ്റിന്റെ വിലയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ഗജപതി നഗറിൽ ഇനിയും നിർമ്മാണം പൂർത്തിയാകാത്ത 3 BHK ഫ്ളാറ്റിന് ഇപ്പോൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് 3.3 കോടി രൂപയാണ്. സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് വാർത്ത വൈറലായത്. അടുത്തിടെ ലോഞ്ച് ചെയ്ത ഒരു ഭവന പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഫ്ളാറ്റിനാണ് ഈ വില. 2029 ഫെബ്രുവരിയിൽ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഇതേ പദ്ധതിയിൽ 4 BHK അപ്പാർട്ട്മെന്റുകളും ഉണ്ട്. അതിന് ഏകദേശം 3.5 കോടി രൂപയാണ് പ്രാരംഭ വില എന്ന് പറയുന്നത്. ഭുവനേശ്വറിൽ പോലും ഇത്രയധികം ഭവന വില ഉയർന്ന സാഹചര്യത്തിൽ 1 കോടിക്ക് മുകളിൽ വില വരുന്ന ഫ്ളാറ്റുകൾ വാങ്ങുന്നവരുടെ കഴിഞ്ഞ 5 വർഷത്തെ വരുമാനത്തിന്റെ ഉറവിടവും നികുതി റിട്ടേണുകളും വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ബില്ല് സർക്കാർ അവതരിപ്പിക്കണമെന്നാണ് പോസ്റ്റിട്ട വ്യക്തി ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനമുണ്ടെന്ന് കണ്ടെത്തിയാൽ കെട്ടിട നിർമ്മാതാവിനും വാങ്ങുന്നയാൾക്കും 10 വർഷം തടവ് നൽകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ കർശനമായ നടപടികൾ ഉണ്ടായാൽ നിലവിലെ പ്രോപ്പർട്ടി വിലകൾ പകുതിയായി കുറയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. പോസ്റ്റ് ശ്രദ്ധ നേടുന്നതോടെ മുൻനിര നഗരങ്ങളിലെ ഭവന ആവശ്യകത വർദ്ധിക്കുന്നതും കൂടുതൽ കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നതും അനുസരിച്ച് വിലയിൽ വളരെ പെട്ടെന്ന് വർധനവ് ഉണ്ടാകുന്നത് ഒരു പരിധിവരെ മനസ്സിലാക്കാമെങ്കിലും സാധാരണ നഗരങ്ങളിൽ ഭവനവില ഉയരുന്നത് അന്യായമായ ചൂഷണമാണെന്നാണ് ധാരാളം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഭുവനേശ്വർ പോലെ ഒരു സ്ഥലത്ത് 3 കോടിയിലധികം വില നൽകി ഫ്ളാറ്റ് വാങ്ങാൻ തയ്യാറാകുന്നവരുണ്ടോ എന്നതാണ് ചിലർ അത്ഭുതപ്പെടുന്നത്. സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന രീതിയിലാണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രോപ്പർട്ടി നിരക്കുകൾ അന്യായമായ രീതിയിൽ ഉയരുന്നുണ്ടെന്നും ഇത് ഇത്തരത്തിൽ നിലനിന്നാൽ നിർമ്മാതാക്കൾ എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണെന്നും വിശ്വസിക്കുന്നവരും ഏറെയുണ്ട്. ടയർ 2, ടയർ 3 നഗരങ്ങളിൽ പോലും കോടികളാണ് ഫ്ളാറ്റുകളുടെ വില എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് വിപണിയുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന കാഴ്ചപ്പാടിനെ ഇവർ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ വില കൂടുകയാണെങ്കിൽ ഒരു വീടെന്ന സ്വപ്നം വെറും സ്വപ്നമായി തന്നെ തുടരുക ചെയ്യും.